വീഡിയോ ഓഫ് ബ്രൈറ്റ് ടു സക്സസ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് +1 ബിസിനസ് സ്റ്റഡീസിലെ ചാപ്റ്റർ 11 ലാസ്റ്റ് ചാപ്റ്ററാണ് നോക്കാനായിട്ട് പോകുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഇൻ്റർനാഷണൽ ബിസിനസ്. ഓക്കെ, അപ്പോൾ അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം നമ്മൾ എന്തിനെ പറ്റിയിട്ടാണ് പഠിക്കാൻ പോകുന്നത്. ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. ഫോറിൻ ട്രേഡ് എന്നോ എക്സ്റ്റേണൽ ട്രേഡോ എന്നൊക്കെ നമുക്ക് എന്താ ഇൻ്റർനാഷണൽ ബിസിനസ്സിനെ പറയാം. അപ്പോൾ ഫസ്റ്റ് നമുക്ക് എന്താണ് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് നോക്കാം. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുമ്പോഴത്തേക്കും ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബിറ്റ്വീൻ ടു കൺട്രീസ് ആർ കാൾഡ് എക്സ്റ്റേണൽ ട്രേഡ് ഓർ ഫോറിൻ ട്രേഡ് ഓർ ഇൻ്റർനാഷണൽ ബിസിനസ്. ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്തെന്നാണ് പറഞ്ഞിരിക്കുന്നത്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ഓഫ് ഗുഡ്സ് ബൈ ചെയ്യുകയും വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന ആര് തമ്മിൽ? രണ്ട് രാജ്യങ്ങൾ തമ്മിൽ ഗുഡ്സ് വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇറ്റ് ഫെസിലിറ്റേറ്റ് സ്പെഷ്യലൈസേഷൻ ആൻഡ് എഫിഷ്യൻറ്റ് യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഇത് എന്ത് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്? രാജ്യത്തെ റിസോഴ്സസ് എഫിഷ്യൻ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം ഇൻ്റർനാഷണൽ ബിസിനസ്. റീസൺ ഫോർ ഇൻ്റർനാഷണൽ ബിസിനസ്. എന്തിനാണ് നമ്മൾ ഇൻ്റർനാഷണൽ ബിസിനസ് നടത്തുന്നത് എന്നാണ്. Some countries being in a better position produce better quality products at lower rate than what other nations can do. എന്ന് പറയുമ്പോഴത്തേക്കും ഓരോ രാജ്യത്തും ഓരോ സ്പെഷ്യലൈസ്ഡ് ആയിരിക്കും അല്ലേ. ഇപ്പോൾ ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സാധനം, ഇപ്പോൾ ഇന്ത്യയിലെ ഓയിലാണ് സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ സെയിം ഓയിൽ ചിലപ്പോൾ എന്ത് ചെയ്യണമെന്നില്ല, അമേരിക്കയ്ക്കോ ലണ്ടനോ കിട്ടണമെന്നില്ല. അപ്പോൾ അവർക്ക് ആ ബെസ്റ്റ് ക്വാളിറ്റി ലോ കോസ്റ്റിൽ കിട്ടാനായിട്ട് അവരെന്ത് ചെയ്യും, മറ്റൊരു രാജ്യത്ത് നിന്നും ഈ ഒരു സാധനം പർച്ചേസ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഇൻ്റർനാഷണൽ ബിസിനസ് റീസൺ എന്ന് പറഞ്ഞാൽ എന്താണ്? ബെറ്റർ പൊസിഷൻ ടു പ്രൊഡ്യൂസ് ബെറ്റർ ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് ലോവർ കോസ്റ്റിൽ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇൻ്റർനാഷണൽ ബിസിനസ് കൊണ്ടുള്ള റീസൺ എന്ന് പറയുമ്പോഴത്തേക്ക്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് നോക്കാം ഇൻ്റർനാഷണൽ ബിസിനസ്സും അതുപോലെ തന്നെ ഡൊമസ്റ്റിക് ബിസിനസ്സും തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 7 പോയിൻറ്റ്സ് ഉണ്ട്. നിങ്ങൾ എന്തായാലും പഠിച്ച് വെച്ചേക്കാം. 4 മാർക്കിനും 5 മാർക്കിനൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്ക് നോക്കാം ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻ്റർനാഷണൽ ബിസിനസ് ആൻഡ് ഡൊമസ്റ്റിക് ബിസിനസ്. ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബൈയിങ് ആൻഡ് സെല്ലിംഗ് ബിലോങ്സ് ടു വൺ നേഷൻ. ഒരു ഇന്ത്യക്കകത്ത് തന്നെ, ഇപ്പോൾ ഇന്ത്യക്കകത്ത് തന്നെ ഞാനും എൻ്റെ അപ്പുറത്തെ വീട്ടിൽ ഒരാളുമായിട്ട് എന്തെങ്കിലും ബൈയിങ് സെല്ലിങ് നടത്തുന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയാം? ഡൊമസ്റ്റിക് ബിസിനസ് എന്ന് പറയാം. ഇപ്പം ഞാനും അതുപോലെ വേറൊരു കൺട്രിയിലുള്ള ഒരാളും തമ്മിലാണ് ബൈയിങ് സെല്ലിങ് നടത്തുന്നത് എന്നുണ്ടെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് പറയും? ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറയും. ദെൻ നെക്സ്റ്റ് പറയുന്നത് എന്താണ്? Other stakeholders, suppliers, employees, middlemen, stakeholders, citizens of the same countries. ഓക്കെ, ഈ ഒരു ബൈയിങ്ങിലും സെല്ലിങ്ങിലും ഏർപ്പെടുന്ന സപ്ലയേഴ്സ്, അതുപോലെ തന്നെ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്ന മിഡിൽമെൻ, പിന്നെ എംപ്ലോയീസ്, ഇതെല്ലാം ഈ സെയിം കൺട്രിയിലുള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ആ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ഏജൻറ്റ്സ്, മിഡിൽമാൻ, ഇവരൊക്കെ എന്താണ് മറ്റുള്ളൊരു കൺട്രിയിലുള്ളതായിരിക്കും. അതാണ് ഇൻ്റർനാഷണൽ ബിസിനസ്. ദെൻ കസ്റ്റമർ ഹെറിറ്റോജൻലി എന്ന് പറയുമ്പോൾ കസ്റ്റമേഴ്സ് ആർ ഹോമോജീനിയസ് ഇൻ നേച്ചർ, മോർ ഇൻ നേച്ചർ ആൻഡ് പ്രിഫറൻസ്. ഓക്കെ, എന്ന് പറയുമ്പോഴത്തേക്ക് കസ്റ്റമേഴ്സ് എന്താണ് ഇവിടെ എന്ന് പറയുമ്പോൾ ഹോമോജീനിയസ് ഇൻ നേച്ചറാണ്. എവിടെ? ഡൊമസ്റ്റിക്കിലെന്ന് പറയുമ്പോഴത്തേക്ക് അവിടെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, പല തരത്തിലുള്ള കസ്റ്റമേഴ്സ് ഉണ്ട് അല്ലേ, പല രാജ്യത്താണ്. അപ്പോൾ അവരുടെ ലാംഗ്വേജ് വേറെ ആയിരിക്കും, അവരുടെ പ്രിഫറൻസ് വേറെ ആയിരിക്കും, അവരുടെ കസ്റ്റംസ് വേറെ ആയിരിക്കും, അങ്ങനെ പോവും. പിന്നെ നെക്സ്റ്റ് ബിസിനസ് സിസ്റ്റം ആൻഡ് പ്രാക്ടീസസ്. റിലേറ്റീവ്ലി സെയിം സിസ്റ്റം. ഓക്കെ, ബിസിനസ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് റിസ്ക്. ഒരു കൺട്രിയുടെ പൊളിറ്റിക്കൽ സിസ്റ്റം അവർക്ക് മാത്രമുള്ളതാണ്. അപ്പുറത്താണെന്നുണ്ടെങ്കിൽ എന്താണ്? ഡിഫറെൻറ്റ് കൺട്രീസ് ആണല്ലോ, സബ്ജക്ട് ടു ഡിഫറെൻറ്റ് കൺട്രീസ്. ഇപ്പം ഞാൻ ഇവിടെ മാത്രമാണ് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസും ഇവിടുത്തെ പോളിസീസും, ഇന്ത്യയുടെ പോളിസീസ് മാത്രം എനിക്ക് നോക്കിയാൽ മതി. പക്ഷെ ഞാൻ ഇത് അമേരിക്കയിലാണെന്ന് സെല്ല് ചെയ്യണമെന്നുണ്ടെങ്കിലോ അവിടുത്തെ ട്രേഡ് പോളിസീസ്, അവിടുത്തെ ഈ ഗുഡ് സെല്ല് ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്നൊക്കെയുള്ള അതൊക്കെ നോക്കിയിട്ട് വേണം എനിക്ക് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. പിന്നെ ബിസിനസ് റെഗുലേഷൻസ് ആൻഡ് പോളിസി, സബ്ജക്ട് റൂൾസ് റെഗുലേഷൻ ടാക്സേഷൻ ഓഫ് സെയിം നേഷൻ. ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ സെയിം സാധനം തന്നെയാണ് മേളിലത്ത്. പിന്നെ വരുന്നത് കറൻസിയാണ്. കറൻസി ഓഫ് ദ ഡൊമസ്റ്റിക് കൺട്രി. ഇപ്പൊ കറൻസി ചേഞ്ചിങ് ഒക്കെ ആയാലും ഇപ്പൊ ഞാൻ വാങ്ങുന്ന ഇന്ത്യയിലല്ല, ഇപ്പൊ ഞാൻ തമിഴ്നാട്ടിലുള്ള ആൾ വാങ്ങിയാലും കർണാടകയിലുള്ള ആൾ വാങ്ങിയാലും എല്ലാം എന്താണ്? സെയിം ഇന്ത്യൻ കറൻസി ആയിരിക്കും കൊടുക്കുന്നത്. പക്ഷെ ഇന്റർനാഷണൽ ആകുമ്പോൾ എന്താണ്? കറൻസിക്കും ഡിഫറൻസ് വരും. ഓക്കെ, അപ്പൊ ഇതാണ് എന്തെന്ന് പറഞ്ഞാൽ ഡിഫറൻസ് ബിറ്റ്വീൻ ഇന്റർനാഷണൽ ബിസിനസ് ആൻഡ് ഫോറിൻ ബിസിനസ്. ഇതൊക്കെ നമുക്ക് ഡൊമസ്റ്റിക് ബിസിനസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാന്നാണ്? നോർമലി നമ്മുടെ കയ്യിൽ നിന്ന് എഴുതാവുന്നതാണ്. ബിസിനസ് സ്റ്റഡീസ് ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്ത് കാണാണ്ട് പഠിച്ചുകൊണ്ട് പോകരുത്. ഇതൊക്കെ
ഇതൊക്കെ നിങ്ങൾക്ക് നമ്മൾ പറയില്ലേ ചുമ്മാ തള്ള അറിയാന്നുള്ളവരാണല്ലേ നിങ്ങൾ, ഇതൊക്കെ നമുക്ക് ചുമ്മാ എഴുതി വെക്കാവുന്നതേ ഉള്ളൂ. നമുക്ക് ഉറപ്പായിട്ട് ബിസിനസ് സ്റ്റഡീസ് ഒക്കെ നമുക്ക് എത്രയാണോ നമുക്ക് എഴുതാൻ പറ്റുന്ന അത്രത്തോളം എഴുതാൻ പെട്ടെന്ന് മാർക്ക് കിട്ടുന്ന സബ്ജക്ട്സ് ആണ്. അതുകൊണ്ട് ഈ സബ്ജക്ട്സ് ഒന്നും നമുക്ക് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, പേടിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കി നോക്കാം. സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. ഇന്റർനാഷണൽ ബിസിനസിന്റെ സ്കോപ്പ് എന്തൊക്കെയാണ് ഫസ്റ്റ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. Okay, mercant means tangible goods, that is those can be seen and touched. Okay, നമുക്ക് കാണാനും തൊടാനും പറ്റുന്ന ടാഞ്ചിബിൾ ആയിട്ടുള്ള ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ, ബൈ ചെയ്യാനും സെൽ ചെയ്യാനും പറ്റത്തുള്ളൂ. സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട്. ഇറ്റ് മീൻസ് ട്രേഡ് ഇൻ ഇൻടാഞ്ചിബിൾ, ദാറ്റ് ഈസ് ദോസ് cannot be seen and touched is called invisible trade. Okay, അപ്പൊ നമുക്ക് ഇവിടെ എന്ത് ചെയ്യാൻ സാധിക്കുമെന്നാണ് പറഞ്ഞേക്കുന്നത്, ഇൻവിസിബിൾ ട്രേഡും നടത്താനായിട്ട് സാധിക്കും. കാണാനും ടച്ച് ചെയ്യാനും പറ്റാത്ത കാര്യങ്ങളും ട്രേഡ് ചെയ്യാൻ സാധിക്കും. ഒരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, ട്രാവൽ ആൻഡ് ടൂറിസം, ട്രാൻസ്പോർട്ടേഷൻ. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ആണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്. പെർമിറ്റിംഗ് എ പേഴ്സൺ ഓർ ഫേം ഇൻ എ കൺട്രി, ഫോറിൻ കൺട്രി ടു പ്രൊഡ്യൂസ് ആൻഡ് സെൽ ഓഫ് ഗുഡ്സ് ഓഫ് യുവർ ട്രേഡ് മാർക്ക് ഓർ പാറ്റന്റ്, കോപ്പിറൈറ്റ് ഫോർ എന്ന് പറയുമ്പോഴത്തേക്ക് ഇപ്പൊ നമ്മുടെ KFC ഉണ്ടല്ലോ, KFC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ ഇവിടെ ഉള്ളതാണോ, നമ്മുടെ ഇന്ത്യയിൽ തുടങ്ങിയതൊന്നും അല്ലല്ലോ. അപ്പം അവരിവിടെ എന്താണ്, നമ്മുടെ ഇവിടെ ഇപ്പൊ എല്ലാ ട്രിവാൻഡ്രത്താവട്ടെ കൊല്ലത്താവട്ടെ എല്ലാ മിക്ക ഡിസ്ട്രിക്ട്സിലും എന്തുണ്ട്, KFCയുടെ എന്തുണ്ട്, ഫ്രാഞ്ചൈസിങ് ഉണ്ട് എന്ന് കരുതി KFC ഡയറക്റ്റ് ആയിട്ട് ഇത് ഉണ്ടാക്കിയ ആള് ഡയറക്റ്റ് ആയിട്ട് വന്ന് ഇവിടെ നടത്തുന്നതല്ല, ഇവിടെ ആ ഒരു ഓർഗനൈസേഷൻ നടത്തുന്നതല്ല. എന്താണ് ഇവര് വേറൊരു കമ്പനിക്കാര് ഈ KFCയുടെ കയ്യിൽ നിന്ന് ഫ്രാഞ്ചൈസിങ് ആയിട്ട് ഇവരുടെ സാധനം പൈസ കൊടുത്ത്, പൈസ കൊടുത്തുകൊണ്ട് ഇവരുടെ റെസിപ്പീസും ഇവരുടെ ട്രേഡ് മാർക്കും ഒക്കെ വാങ്ങും. എന്നിട്ട് അവരിവിടെ നടത്തുന്നതാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ബെനിഫിറ്റ് ആർക്കാണ് കൂടുതൽ, ഈ KFCക്ക് തന്നെയാണ് കൂടുതൽ. അല്ലാണ്ട് പുതിയതായിട്ട് നമ്മളിപ്പോ നടത്താൻ പോകുന്ന ആൾക്കല്ല, KFCക്ക് തന്നെയാണ് കൂടുതൽ. കാരണം നമുക്ക് ഇതിന് ഫീ അടയ്ക്കണം, അതുപോലെ പ്രോഫിറ്റിന്റെ ഷെയർ കൊടുക്കണം, പിന്നെ അതുപോലെ തന്നെ അവര് പറയുന്ന റെസിപ്പീസ് ഒക്കെ അല്ലേ നമുക്ക് ഇവിടെ ആഡ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ അതാണ് ലൈസൻസിങ്ങും ഫ്രാഞ്ചൈസിങ്ങും കൊണ്ട് പറയുന്നത്. ഇപ്പൊ കൊക്കോകോള, പെപ്സി അവരൊക്കെ ഡയറക്റ്റ് ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്, അവര് ബ്രാഞ്ച് ഉണ്ട്. ഇതൊക്കെ അവിടെ നിന്ന് എന്ത് വരുന്നതാണ്, ഫ്രാഞ്ചൈസ്. രണ്ട് കമ്പനി, ഈ കൊക്കോകോള കമ്പനിയും അതുപോലെ വേറൊരു കമ്പനിയും തമ്മിൽ ഫ്രാഞ്ചൈസും ചെയ്ത് ഇവിടെ ഇന്ത്യയിലും ബാക്കി രാജ്യത്തൊക്കെ വരുന്നതാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ഇൻവെസ്റ്റ്മെന്റ് ഓഫ് ഫിനാൻഷ്യൽ റിട്ടേൺ. ഓക്കെ, ഫിനാൻഷ്യൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വേറൊരു രാജ്യത്തേക്ക് ഇൻവെസ്റ്റ്, ഷെയർസ്, ഡിബഞ്ചേഴ്സ് അതൊക്കെ വെച്ചിട്ട്, അതൊക്കെ നമുക്ക് പിന്നീട് വലിയ വലിയ ക്ലാസ്സിൽ പഠിക്കും അതൊക്കെ എന്താണെന്നുള്ളത്. ഇപ്പൊ നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചേക്കുക. സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്, ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു, ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് വരുന്നുണ്ട്. പിന്നെ വരുന്നത് എന്താണ്, പിന്നെ നമുക്ക് സർവീസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വരുന്നുണ്ട്, മെർക്കൻഡൈസ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് വരുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ എന്തെന്ന് പറഞ്ഞാൽ സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ്. 4 പോയിന്റ്സ് ആണുള്ളത്, അത് 4ഉം പഠിച്ചു വെക്കാം. പിന്നെ വരുന്നത് ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് ആണ്. എന്താണ് ഇന്റർനാഷണൽ ബിസിനസ് കൊണ്ടുള്ള ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പോയിന്റ് ആണ് ബെനിഫിറ്റ്സ് ടു നേഷൻ എന്തൊക്കെ ബെനിഫിറ്റ് ആണുള്ളത് എന്നാണ്. എന്താണ് നാഷനുള്ള ബെനിഫിറ്റ്? ഏർണിംഗ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്, മോർ എഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഇംപ്രൂവിംഗ് ഗ്രോത്ത് പ്രോസ്പെക്ട് ആൻഡ് എംപ്ലോയ്മെന്റ് പൊട്ടൻഷ്യൽ. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോ ഇപ്പൊ ഇന്ത്യയിൽ നിന്നും ഒരു സാധനം നമ്മൾ മറ്റേതെങ്കിലും കൺട്രിയിലേക്ക് കയറ്റി അയക്കുന്നതായിട്ട് ഒരുപാട് പേർക്ക് എന്ത് കിട്ടും, എംപ്ലോയ്മെന്റ് കിട്ടും. അതുപോലെ തന്നെ നമ്മുടെ ഗുഡ്സും സർവീസസും അതുപോലെ നമ്മുടെ റിസോഴ്സസ് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ എക്സ്ചേഞ്ച് നടത്തുന്നത് വഴിയിട്ട് നമ്മുടെ മറ്റു രാജ്യമായിട്ട് നമുക്ക് എന്തുണ്ടാവും, ഒരു കോണ്ടാക്ട് ഉണ്ടാവും, അല്ലെങ്കിൽ അവർ തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ടാവും. അതുവഴിയിട്ട് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂട്ടാനായിട്ട് സാധിക്കും. അതാണ് ഫസ്റ്റ് പോയിന്റ്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ബെനിഫിറ്റ് ടു ഫേം എന്ന് പറയുമ്പോൾ സെക്കൻഡ് പോയിന്റ്, ബെനിഫിറ്റ് ടു ഫേം എന്ന് പറയുമ്പോൾ ഹയർ പ്രോഫിറ്റ്. ഇപ്പൊ ഒരു കൊക്കോകോള കമ്പനി, അല്ലെങ്കിൽ ഞാൻ വേറെ ജസ്റ്റ് എക്സാമ്പിൾ പറഞ്ഞോളൂ, കൊക്കോകോള കമ്പനി ഇന്ത്യയിലുള്ളതൊന്നും അല്ല. ആ കൊക്കോകോള കമ്പനി ഇവിടെ നിന്ന് ഒരു സാധനം കയറ്റി മറ്റൊരു രാജ്യത്തേക്ക് വിടുമ്പോഴത്തേക്കും അവർക്ക് എന്താണ് കിട്ടുന്നത്, ആ ഒരു കമ്പനിയുടെ പ്രോഫിറ്റ് കൂട്ടാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ ഒരു കമ്പനിയുടെ മാർക്കറ്റിങ്ങിന് വേണ്ടി സഹായിക്കുമല്ലോ, എല്ലായിടത്തും അത് എത്താനായിട്ട് തുടങ്ങും. പിന്നെ ആ ഒരു സാധനം കംപ്ലീറ്റ് ആയിട്ട് യൂട്ടിലൈസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ നിന്നും വിട്ട് മറ്റൊരു മാർക്കറ്റിലേക്ക് എക്സ്പാൻഡ് ആവാനായിട്ട് തുടങ്ങും. അതുപോലെ ബിസിനസ്സിന് കുറച്ചും കൂടി ഹയർ ആയിട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പം ഒരു ഇന്റർനാഷണൽ ബിസിനസ് നടത്തുന്നവരുടെ ആർക്കൊക്കെ ഉപയോഗമുണ്ട്, നാഷൻ നമ്മുടെ കൺട്രിക്ക് ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ ഉപയോഗമുള്ള ആർക്കാണ്, നാഷൻ ആണ്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും എല്ലാവർക്കും മനസ്സിലായല്ലോ. ബെനിഫിറ്റ് ഓഫ് ആർക്കൊക്കെയാണ് ഉപയോഗമുള്ളത്, ബെനിഫിറ്റ് ടു നാഷൻ ഉപയോഗമുണ്ട്, അതുപോലെ തന്നെ ബെനിഫിറ്റ് ടു ഫേം. ഓക്കെ, രണ്ടു പേർക്കും ഇത് വഴിയിട്ട് ഉപയോഗമുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് മോഡ്സ്
ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. ഏതൊക്കെ വഴിയിട്ടാണ് നമുക്ക് എന്താണ് ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് കടക്കാനായിട്ട് സാധിക്കുന്നത്? ഫസ്റ്റ് വരുന്നതാണ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്, പിന്നെ കോൺട്രാക്ട് മാനുഫാക്ചറിങ്, ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്, ജോയിന്റ് വെഞ്ചേഴ്സ്, ഹോളി ഓൺഡ് സബ്സിഡറീസ്. ഓക്കെ, അപ്പൊ അത് ഓരോന്നും നമുക്ക് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് വരുന്നതാണ് എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിംഗ്. എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ടിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ്പോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗുഡ്സ് ആൻഡ് സർവീസസ് നമ്മൾ ഇവിടെ നിന്നും അങ്ങോട്ട് അയക്കുന്നതിന് നമ്മൾ എന്തെന്ന് പറയും? എക്സ്പോർട്ടിംഗ് എന്ന് പറയും. അവിടെ നിന്ന് നമ്മൾ മറ്റൊരു ഇപ്പൊ ഇന്ത്യയിൽ നിന്ന് ഞാൻ ഗുഡ്സ് ആൻഡ് സർവീസസ് അങ്ങോട്ട് അയക്കുകയാണെന്നുണ്ടെങ്കിൽ അത് എക്സ്പോർട്ടിംഗ്. അവിടെ നിന്നും ഞാൻ മറ്റൊരു കൺട്രിയിൽ നിന്നും ഇന്ത്യയിലേക്ക് ഗുഡ്സ് ആൻഡ് സർവീസസ് വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ അതെന്തെന്ന് പറയും? ഇമ്പോർട്ടിംഗ് എന്ന് പറയാം. അപ്പൊ എക്സ്പോർട്ടിംഗ് എന്താണ്, ഇമ്പോർട്ടിംഗ് എന്താണെന്നുള്ളത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അത് പഠിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ക്വസ്റ്റ്യൻ, നെക്സ്റ്റ് എന്ത് വരുന്നുണ്ട്? അഡ്വാൻറ്റേജസ് ഓഫ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗ്. ഇമ്പോർട്ടിംഗ് എക്സ്പോർട്ടിംഗ് നടത്തുന്ന വഴിയിട്ടുള്ള അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എന്നാണ്. എന്തൊക്കെയാണ്? ലെസ് കോംപ്ലക്സിബിലിറ്റി ആണ്. പിന്നെ എന്താ പറയുക? ലെസ് ഇൻവെസ്റ്റ്മെന്റ്, ലെസ് റിസ്ക് ഒക്കെയാണ് എന്താണ് എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് നടത്തുന്ന വഴിയിട്ട് ഒരു ബിസിനസിനും ഒരു നാഷനും ഉള്ളത്. ഇതിന്റെ എക്സ്പാൻഷൻ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഈ പോയിന്റ്സ് മാത്രം ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക. പിന്നെ വരുന്നതാണ് ലിമിറ്റേഷൻസ് ഓഫ് എക്സ്പോർട്ടിംഗ് ആൻഡ് ഇമ്പോർട്ടിംഗിന്റെ ലിമിറ്റേഷൻ തന്നെ. സ്വാഭാവികമായിട്ടും നമ്മൾ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് നടത്തുന്നത് വഴിയിട്ട് നമ്മൾ ഡൊമസ്റ്റിക് മാർക്കറ്റിൽ ഒരു സാധനം സെല്ല് ചെയ്യുന്നതിനെ കാട്ടിയും നമുക്ക് എന്ത് ചെലവാകും എന്നാണ് പറഞ്ഞേക്കുന്നത്? കോസ്റ്റ് ഒരുപാട് ചെലവാകും. കോസ്റ്റ് നല്ലോണം ചെലവാകും. പിന്നെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻ, ചില കൺട്രീസിലൊക്കെ ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരിക്കും. പിന്നെ അതുപോലെ തന്നെ ലെസ് ഡയറക്റ്റ് കോൺടാക്ട് വിത്ത് ഫോറിൻ മാർക്കറ്റിൽ നമുക്ക് ഡയറക്റ്റ് കോൺടാക്ട് ഉണ്ടാവാനായിട്ട് സാധിക്കില്ല. നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കയറ്റി അയക്കാനേ പറ്റത്തുള്ളൂ. അവിടെ എന്താണ് നടക്കുന്നത് എന്നുള്ളത് നമുക്ക് കറക്റ്റ് അറിയാനായിട്ട് പറ്റത്തില്ല. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പോയിന്റ് എന്തായിരുന്നു? എന്താണ്? ഇമ്പോർട്ട് ആൻഡ് എക്സ്പോർട്ട് ആയിരുന്നു. അത് നമ്മൾ നോക്കി കഴിഞ്ഞു. പിന്നെ അടുത്ത വരുന്നത് കോൺട്രാക്ട് മാനുഫാക്ചറിങ്. അടുത്ത വരുന്നത് എന്താണ്? കോൺട്രാക്ട് മാനുഫാക്ചറിങ് ആണ് ഇനി അടുത്ത വരുന്നത്. ഓക്കെ, കോൺട്രാക്ട് മാനുഫാക്ചറിങ് നോക്കാം. കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പനി enters into a contract with a local manufacturer in a foreign contract is for getting certain components or goods produced as per the specification given is called outsourcing. എന്ന് പറഞ്ഞാല് നമ്മുടെ ഈ ഒരു കമ്പനി മറ്റൊരു ഒരു സ്മോൾ ലോക്കൽ മാനുഫാക്ചറുമായിട്ട് എന്താണ് ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, മെറിറ്റ്സ് ഓഫ് കോൺട്രാക്ട് മാനുഫാക്ചറിംഗ് എന്ന് പറയുമ്പോഴത്തേക്കും ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് ഓൺ ലാർജ് സ്കെയിൽ വിത്തൗട്ട് ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, ഒരു ഇൻവെസ്റ്റ്മെന്റും ഇല്ലാതെ ഒരുപാട് ഗുഡ്സ് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? ലാർജ് സ്കെയില് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ലെസ് ഇൻവെസ്റ്റ്മെന്റ് റിസ്ക്. നമ്മൾ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്താണ്? റിസ്ക്കും എന്തായിരിക്കും? ലെസ് ആയിരിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഗെറ്റിംഗ് പ്രോഡക്ട്സ് വിത്ത് ലോവർ മെറ്റീരിയൽസ് ആൻഡ് ലേബർ കോസ്റ്റ്. ഒരുപാട് ലേബർ കോസ്റ്റും മെറ്റീരിയൽസിൽ നിന്നും ഒരുപാട് ചാർജ് കൊടുക്കാണ്ട് നമുക്ക് എന്ത് കിട്ടും? പ്രോഡക്ട്സ് കിട്ടും. ദെൻ എന്താണ്? യൂട്ടിലൈസേഷൻ ഓഫ് ഐഡിയൽ കപ്പാസിറ്റി ഓഫ് ദ മാനുഫാക്ചറിന്റെ എത്ര കപ്പാസിറ്റി ഉണ്ട് അത് ഫുള്ള് നമുക്ക് ഇവിടെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ പ്രൊഡ്യൂസർ മേ ഗെറ്റ് എക്സ്പോർട്ട് ഇൻസെന്റീവ് ഫ്രം ദ ഗവൺമെന്റിൽ നിന്നും എന്ത് കിട്ടും? എക്സ്പോർട്ട് ഇൻസെന്റീവും പ്രൊഡ്യൂസറിന് കിട്ടും. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. നെക്സ്റ്റ് വരുന്നതാണ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്. ലിമിറ്റേഷൻസ് എന്തൊക്കെയാണ്? ലിമിറ്റേഷൻ ഓഫ് കോൺട്രാക്ട് മാനുഫാക്ചറിന്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ലോക്കൽ മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ചില സമയത്ത് എന്തുണ്ടാവാനായിട്ട് സാധ്യതയുണ്ട്? ക്വാളിറ്റി പ്രോബ്ലംസ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. ദെൻ അതുപോലെ തന്നെ പ്രൊഡക്ഷൻ പ്രോസസ്സിന് നമ്മുടെ ലോക്കൽ പ്രൊഡ്യൂസേഴ്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ ഒരുപാട് ഫ്രീഡംസ് ഒന്നുമില്ല. കുറെ പേരുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ കേട്ടിട്ട് വേണം നമ്മൾ ഇത് ചെയ്യാനായിട്ട്. ദെൻ നോ ഫ്രീഡം ടു സെൽ. ഓപ്പൺ മാർക്കറ്റിൽ ഇത് സെല് ചെയ്യാൻ ഫ്രീലി അവരുടെ ഇഷ്ടത്തിന് അവരുടെ പ്രൈസിന് സെല് ചെയ്യാനായിട്ടുള്ള ലൈസൻസ് ഇല്ല. ദെൻ നെക്സ്റ്റ് വരുന്ന പോയിന്റ് ആണ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ലൈസൻസിങ് ഈസ് എ കോൺട്രാക്ച്വൽ എഗ്രിമെന്റ് ഇൻ വിച്ച് വൺ ഫേം പെർമിറ്റ്സ് അനദർ ഫേം. ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ് എന്ന് പറഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. എന്ത് ചെയ്യുവാണ്? നമ്മുടെ മറ്റൊരാളുടെ ട്രേഡ് മാർക്ക്, നമ്മുടെ മറ്റൊരാളുടെ പേറ്റന്റ് ടെക്നോളജി എല്ലാം നമ്മൾ ഇവിടെ വേറൊരാളും പൈസ കൊടുത്ത് വാങ്ങി യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മൾ KFCയുടെ കാര്യം പറഞ്ഞില്ലേ? അതിൽ KFCയുടെയും കൊക്കക്കോളയുടെയും കാര്യം പറഞ്ഞ സാധനം തന്നെയാണ് ഇതെന്ന് പറഞ്ഞാല്. ഓക്കെ,
നമ്മൾ ആരാണോ വാങ്ങുന്നത് പേരന്റ് കമ്പനീസുകാരുടെ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അവര് ഫ്രാഞ്ചൈസറും, ആരാണോ ഈ ഒരു സാധനം ആ ഒരു ട്രേഡ് മാർക്ക് ഒക്കെ വാങ്ങുന്നത് അതാണ് ഫ്രാഞ്ചൈസി എന്ന് പറയും. ട്രേഡ് മാർക്ക് എന്താണെന്ന് മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ പറയാം. ഇപ്പൊ KFC എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ ഇപ്പൊ ഒരുപാട് ലോക്കൽ ബ്രാൻഡ്സ് ഇവിടെ തുടങ്ങുന്നുണ്ടല്ലേ. KFC അതുപോലെ തന്നെ ZFC അങ്ങനെയൊക്കെ ഒരുപാട് തുടങ്ങുന്നുണ്ട്. പക്ഷെ അവിടെ ഒന്നും ഇല്ലാത്തൊരു സ്പെഷ്യാലിറ്റിയും അതുപോലെ തന്നെ അവിടെ ഒന്നും ഇല്ലാത്തൊരു അട്രാക്ഷൻ എവിടെയുണ്ട്? KFC-യിലുണ്ട്. അത് എന്തുകൊണ്ടാണ്? അവരുടെ ട്രേഡ് മാർക്ക് അവർ ഓൾറെഡി പോപ്പുലർ ആയി കഴിഞ്ഞു അല്ലേ, നമ്മുടെ മനസ്സിലൊക്കെ കയറി കഴിഞ്ഞു, എങ്ങനെയൊക്കെയോ നമ്മുടെ മനസ്സിൽ അത് കയറി കഴിഞ്ഞു. അപ്പൊ നമുക്ക് സ്വാഭാവികമായിട്ടും അവിടെ ഓഫർ ഉണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് പോകും. പക്ഷെ ഇവിടെ ഓഫർ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യത്തില്ല, വേറെ ZFC-യിലോ വേറെ കുറെ നമുക്കിപ്പോ ലോക്കൽ ബ്രാൻഡ്സ് ഒക്കെ ഉണ്ടല്ലോ, അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് പോകത്തില്ല. അത് കാരണം എന്താണ്? അതിന്റെ ആ ഒരു ട്രേഡ് മാർക്കും അതിന്റെ ആ ഒരു ഗുഡ് വില്ലും കൊണ്ടാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ അടുത്ത സെക്കൻഡ് ഇയറിൽ പഠിക്കും. ഇപ്പൊ നിങ്ങൾ ഇതൊക്കെ മനസ്സിലാക്കി വെക്കുക. ദെൻ നെക്സ്റ്റ് വരുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ്ങിന്റെ അഡ്വാൻറ്റേജസ് ആണ്. പോയിന്റ്സ് മാത്രം പഠിച്ചാൽ മതി കേട്ടോ. ലെസ് എക്സ്പെൻസീവ് ആണ്, എന്നാൽ ലെസ് എക്സ്പെൻസീവ് ആണ്, ലിമിറ്റഡ് റിസ്ക് ആണ്. നമുക്ക് ലെസ് എക്സ്പെൻസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഇതറിയാലോ ലെസ് എക്സ്പെൻസീവിന് എന്താണെന്നുള്ളത്. പിന്നെ ലിമിറ്റഡ് റിസ്ക് ആണ്, ലെസ് ഗവൺമെന്റ് ഇന്റർവെൻഷൻ ആണ്, പിന്നെ നോളജ് അബൌട്ട് ദ മാർക്കറ്റിൽ എങ്ങനെ നിലനിൽക്കണം എന്ന് അറിയാവുന്നവരാണ് ഇത് ചെയ്യുന്നത്, ഫ്രാഞ്ചൈസിങ് ലൈസൻസിങ് ഒക്കെ ചെയ്യുന്നത്. പ്രൊട്ടക്ഷൻ ഓഫ് ട്രേഡ് മാർക്ക് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്നതാണ് ഡിസ്അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. ഡിസ്അഡ്വാൻറ്റേജസ് ലൈസൻസിങ് ആൻഡ് ഫ്രാഞ്ചൈസിങ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് വൺ ആണ് ഡ്യൂപ്ലിക്കേറ്റ് പ്രോഡക്ട്സ് ഉണ്ടാക്കാനുള്ള സാധ്യത ഉണ്ട്. ഇവിടെ തന്നെ ഒരു ഫോട്ടോ കൊടുത്തിട്ടുണ്ട്, നമ്മൾക്ക് അറിയാനുള്ള KFC-യുടെയും അതുപോലെ തന്നെ വേറൊരു ഡ്യൂപ്ലിക്കേറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നുണ്ടോ. ഓക്കെ, അപ്പൊ അത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ലോസ് ഓഫ് സീക്രട്സ്, ഒരുപാട് പേര് ഇപ്പൊ ഈ ഒരു KFC-യുടെ കയ്യിൽ നിന്ന് തന്നെ ഒരുപാട് പേര് എന്ത് വാങ്ങുന്നുണ്ട്, അവരുടെ ഫ്രാഞ്ചൈസിങ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യാൻ സാധ്യതയുണ്ട്, അവരുടെ ആ റെസിപ്പി നമ്മൾ എത്ര വീട്ടിലുണ്ടാക്കിയാലും ആ ഒരു റെസിപ്പിയുടെ ടേസ്റ്റ് നമുക്ക് കിട്ടാറില്ല അല്ലെ. അപ്പം ആ ഒരു റെസിപ്പി ഒരുപാട് ഫ്രാഞ്ചൈസിങ് വരുന്നത് വഴിയിട്ട് ചിലപ്പോൾ ലോസ്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്നതാണ് കോൺഫ്ലിക്റ്റ്. ഈ ഒരു ലൈസൻസ് വാങ്ങുന്ന ആളും ലൈസൻസ് കയ്യിലുള്ള ആളും തമ്മിലൊക്കെ എന്ത് ചെയ്യാനുള്ള സാധ്യതയുണ്ട്, അടി ഉണ്ടാവാനുള്ള, തമ്മിൽ തർക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ദെൻ നെക്സ്റ്റ് വരുന്ന ഫോർത്ത് പോയിന്റ് ആണ് ജോയിന്റ് വെഞ്ചർ എന്ന് പറയുമ്പോഴത്തേക്കും. എന്താണ് ജോയിന്റ് വെഞ്ചർ? എ ഫേം വിച്ച് ജോയിന്റ്ലി ഓൺഡ് 2 or more firms, ഒന്നിലധികമോ ഫേംസ്, രണ്ട് ഫേംസ് തമ്മിൽ ഒന്നിച്ചു ചേർന്ന് ഓൺ ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ജോയിന്റ് വെഞ്ചർ എങ്ങനെയാണ് എക്സിസ്റ്റൻസിൽ വരുന്നത് എന്നാണ്. ഫോറിൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ആൻഡ് ഇൻട്രസ്റ്റ് ഇൻ എ ലോക്കൽ ഫേം. ദെൻ ചില ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന പറഞ്ഞാൽ ഈ മറ്റ് രാജ്യത്തു നിന്നൊക്കെ വരുന്ന ചില ബിസിനസ് പുതിയതായിട്ട് തുടങ്ങുന്നവർ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവിടെ നമുക്ക് ചെറുതായിട്ട് മീൻസ് ഒരുപാട് പോപ്പുലാരിറ്റി ഇല്ലെങ്കിലും കുറച്ച് പോപ്പുലാരിറ്റിയോടെ നിലനിൽക്കുന്ന ചില ഫേംസിൽ ഇങ്ങ് വാങ്ങും. ഓക്കെ, അങ്ങനെ 2-3 ഫേംസ് വാങ്ങുമ്പോഴത്തേക്കും ഇവരെന്തായി പുതിയതായിട്ട് വരുന്ന ഫേം പോപ്പുലർ ആയി തുടങ്ങും. പിന്നെ അവർക്ക് അത് എക്സ്പാൻഡ് ആവാനായിട്ട് പറ്റും. ഈ ഒരു ഫേം ഇരുന്നുകൊണ്ട് തന്നെ അവർക്ക് അത് എക്സ്പാൻഡ് ആക്കാനായിട്ട് പറ്റും. അപ്പൊ അതിനെയാണ് നമ്മൾ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നോക്കാം അഡ്വാൻറ്റേജസ് ഓഫ് ജോയിന്റ് വെഞ്ചർ നോക്കാം. അഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോഴത്തേക്കും ലെസ് ഫിനാൻഷ്യൽ ബർഡൻ ആണ്. രണ്ട് പാർട്ടീസ് ഒക്കെ ഞാൻ പറഞ്ഞില്ലേ, രണ്ടുപേരുണ്ട്, ഒരാളിന്ന് വാങ്ങുമെന്ന് പറഞ്ഞില്ല, അപ്പൊ അയാളും കൂടെ ചേർന്നിട്ടാണ്. അപ്പം രണ്ടുപേരായതുകൊണ്ട് തന്നെ ഫിനാൻഷ്യൽ ബർഡൻ അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറവായിരിക്കും. രണ്ടുപേരും കൂടി ചേർന്നിട്ടല്ലേ എല്ലാം ചെയ്യുന്നത്, അതുകൊണ്ട് വലിയ പ്രശ്നം വരത്തില്ല. ദെൻ അഡ്വാൻറ്റേജ് പിന്നെ വരുന്നത് ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണ്. ജോയിന്റ് വെഞ്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ ജോയിന്റ് വെഞ്ചർ എന്ന് പറയുന്നത് എന്താണ്, ലാർജ് സ്കെയിൽ ഓപ്പറേഷൻ ആണ്. ദെൻ ലോക്കൽ പാർട്ട്നേഴ്സ് നോളജ്, ചെറിയ കമ്പനീസ് ഒക്കെ വാങ്ങുമെന്ന് പറഞ്ഞില്ലേ, അപ്പം അവരുടെ ഒരു നോളജും അവരുടെ ഐഡിയാസും കൂടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ ഒരു മാർക്കറ്റിൽ അല്ലെങ്കിൽ പുറത്തുനിന്ന് വരുമ്പോൾ ഈ ഒരു മാർക്കറ്റിൽ എങ്ങനെയൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളത് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. പിന്നെ അതുപോലെ തന്നെ കോസ്റ്റും റിസ്കും ഒക്കെ രണ്ടുപേര് തമ്മിൽ ഷെയർ ചെയ്യുന്നത് കൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ അതൊക്കെ കുറവാണ്, ഓരോരുത്തർക്കും അത് കുറവാണ്. അതുകൊണ്ട് തന്നെ അവരെ ജോയിന്റ് വെഞ്ചർ പാർട്ട്നേഴ്സ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് എന്താണ് നമ്മുടെ ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയുമ്പോഴത്തേക്കും. പിന്നെ നമുക്ക് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്, നമ്മൾ മറ്റേ ഏതിൽ പറഞ്ഞ പോലെ തന്നെയാണ് നമ്മുടെ ലൈസൻസിങ് ഫ്രാഞ്ചൈസിങ്ങിന്റെ സെയിം ഡിസഡ്വാൻറ്റേജസ് തന്നെയാണ്. ലോസ് ഓഫ് സീക്രസി, പിന്നെ ചാൻസ് ഓഫ് കോൺഫ്ലിക്റ്റ്, ഇതൊക്കെയാണ്. ദെൻ നെക്സ്റ്റ് വരുന്ന ലാസ്റ്റ് പോയിന്റ് ആണ് ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയുമ്പോഴത്തേക്കും
wholly owned subsidiary. In this system, the holding company acquires 100% share in a subsidiary company. Okay, എന്ന് പറയുമ്പോൾ ഒരു കമ്പനി കാണും, ആ കമ്പനിയുടെ ഷെയർ 100% ഷെയർ എന്നൊക്കെ എന്തൊക്കെയാണ്, ഷെയർ എന്ന് വെച്ചാൽ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ പിന്നീട് പഠിക്കും. ഇപ്പൊ നിങ്ങൾ കുറച്ചൊക്കെ അറിയാൻ തോന്നുന്നു, ഇപ്പൊ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നില്ല. ഈ 100% ഷെയറും മറ്റൊരു കമ്പനിയുടെ കയ്യിലായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള കമ്പനിയാണ് നമ്മൾ ഹോളി ഓൺഡ് കമ്പനി എന്ന് പറയുമ്പോൾ. ഇപ്പൊ ABC എന്ന് പറയുന്ന രണ്ട് കമ്പനി, എന്താണ് AB എന്ന് പറയുന്ന രണ്ട് കമ്പനി. ഓക്കെ, ഈ ബിയുടെ 100% ഷെയറും ആരുടെ, ഈ ബിക്ക് 100% ഷെയർ ഉണ്ട്, ആ 100% ഷെയറും ആരുടെ കയ്യിലാണ്, നമ്മുടെ എയുടെ കയ്യിലാണ്. ഓക്കെ, എങ്കിൽ ഈ എ എന്ന് പറയുന്ന കമ്പനിയെ പറയുന്ന പേരാണ് ഹോളി ഓൺഡ് സബ്സിഡറീസ്. ഓക്കെ, ഇത്രയും മനസ്സിലായല്ലോ. ഹോളി ഓൺഡ് സബ്സിഡറീസ് എന്ന് പറയുമ്പോൾ ഫോറിൻ കൺട്രീസിൽ ന്യൂ ഫേംസിലൊക്കെയാണ് സെറ്റപ്പ് ചെയ്യുന്നത്. ഇതൊന്നും വേണ്ട, ജസ്റ്റ് നിങ്ങൾ ഈ ഡിസഡ്വാൻറ്റേജും അഡ്വാൻറ്റേജും കൂടിയിട്ട് നോക്കി വെച്ചാൽ മതി. ഓക്കെ, അപ്പൊ ഇത്രയാണുള്ളത്. പിന്നെ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം, നമ്മൾ ഇത്ര നേരം എന്തൊക്കെയാണ് നോക്കിയെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ ആദ്യം എന്ത് പഠിച്ചു? ആദ്യം നമ്മൾ ഇന്റർനാഷണൽ ബിസിനസ് എന്താണ് എന്ന് നോക്കി. പിന്നെ നമ്മൾ എന്താണ് നോക്കിയത്? സ്കോപ്പ് നോക്കി, സ്കോപ്പ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് നോക്കി, ഡിഫറൻസ് നോക്കി, റീസൺസ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് നോക്കി. പിന്നെ നോക്കിയത് എന്തായിരുന്നു? ബെനിഫിറ്റ്സ് ഓഫ് ഇന്റർനാഷണൽ ബിസിനസ് നോക്കി. പിന്നെ നമ്മളിപ്പോൾ നോക്കിക്കൊണ്ടിരുന്ന ഇതാണ് മോഡ്സ് ഓഫ് എൻട്രി ഇൻ ടു ഇന്റർനാഷണൽ ബിസിനസ്സിലേക്ക് എങ്ങനെയൊക്കെ എൻറ്റർ ചെയ്യാമെന്ന് നോക്കി. പിന്നെ ഇനി നോക്കാനുള്ളത് നമ്മുടെ പ്രൊസീജിയർ. ഓക്കെ, എക്സ്പോർട്ട് ഇമ്പോർട്ട് എല്ലാം നോക്കിയിട്ടുണ്ട്. പിന്നെ ഇനി നോക്കാനായിട്ടുള്ളത് എക്സ്പോർട്ട് ഇമ്പോർട്ട് പ്രൊസീജിയേഴ്സ്. ഇപ്പൊ എക്സ്പോർട്ട് ഇമ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, 100% ഷുവർ ആയിട്ട് പറയാണ്. നിങ്ങൾ ഇതിന്റെ പോയിന്റ്സ് ഉണ്ടല്ലോ, ഇതിന്റെ പോയിന്റ്സ് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അല്ലാണ്ട് ഫുള്ള് പഠിക്കാനായിട്ട് നിൽക്കരുത്. നമുക്ക് ആദ്യം എക്സ്പോർട്ടിംഗ് പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ്, റെസീപ്റ്റ് ഓഫ് എൻക്വയറി ആൻഡ് സെൻഡിങ് കൊട്ടേഷൻ. എന്താണ് എൻക്വയറി? നമ്മൾ ഒരു സാധനം എൻക്വയറി ചെയ്തു, കൊട്ടാത്ത സാധനം വേണം എന്ന് കൊട്ടേഷൻ ചെയ്യുവാണ്. ദെൻ റെസീപ്റ്റ് ഓഫ് ഓർഡർ, ദെൻ ഓർഡർ എടുക്കുന്നുണ്ട്, ഓർഡർ എന്ത് ചെയ്യുന്നു? ഇമ്പോർട്ടൻസ് അസസ് ചെയ്യുന്നുണ്ട്. ദെൻ എക്സ്പോർട്ട് ലൈസൻസ്, എക്സ്പോർട്ടിന് വേണ്ടിയിട്ടുള്ള ലൈസൻസ് ഒക്കെ ശരിയാക്കണമല്ലോ, അത് ശരിയാക്കുന്നുണ്ട്. പ്രീ ഷിപ്മെന്റിന് വേണ്ടിയിട്ടുള്ള ഫിനാൻസ് റെഡിയാക്കുന്നുണ്ട്. ദെൻ പ്രൊഡക്ഷൻ, അത് കഴിഞ്ഞിട്ട് എന്ത് തുടങ്ങുന്നു? പ്രൊഡക്ഷൻ ആൻഡ് പ്രൊക്യൂർമെന്റ് ഓഫ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്ത് അത് റെഡിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ പ്രീ ഷിപ്പിലേക്ക് ഏറ്റവും മുന്നേ എന്തുണ്ട്? ഇൻസ്പെക്ഷൻ ഉണ്ട്, അതൊക്കെ ശരിയാക്കി എടുക്കുന്നുണ്ട്. പിന്നെ എക്സൈസ് ക്ലിയറൻസ് ചാർജ് ഒക്കെ കൊടുത്തിട്ട് വേണം നമ്മൾ ഈ ഒരു എക്സ്പോർട്ട് ഇമ്പോർട്ട് ഒക്കെ സാധിക്കത്തുള്ളൂ. എക്സൈസ് ക്ലിയറൻസ് ചാർജ്, പിന്നെ അതിന് വേണ്ടിയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ്, പിന്നെ റിസർവേഷൻ ഓഫ് ഷിപ്പിംഗ് സ്പേസ്, ഇതൊക്കെ നിങ്ങൾക്ക് ആവശ്യമില്ലാതെ കൊടുത്തിരിക്കുന്നതാണ്. നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു 5 പോയിന്റ് കാണാണ്ട് പഠിച്ചു വെച്ചേക്കുക. ഓർഡറിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന 5 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കുക. ഓക്കെ ആണല്ലോ. അല്ലാണ്ട് വേറെ ഒന്നും ഇത് ചാപ്റ്ററിൽ ചോദിക്കത്തില്ല. നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിൽ നിന്ന് 5 പോയിന്റ്സ് പഠിച്ചു വെച്ചേക്കാം. ദെൻ നെക്സ്റ്റ് ഇമ്പോർട്ടിംഗിൽ അതുപോലെ നിങ്ങൾക്ക് പഠിച്ചു വെക്കാം. ഇമ്പോർട്ടിംഗിന് വേണ്ടിയിട്ടുള്ള 5 പോയിന്റ്സും അതുപോലെ 5 പോയിന്റ്സ് ഇതൊക്കെയാണ് ഇമ്പോർട്ടിംഗിന്റെ പോയിന്റ്സ്. ഇമ്പോർട്ടിംഗിന് 5 പോയിന്റ്സ്. ട്രേഡ് ഇൻക്വയറി, ദെൻ നെക്സ്റ്റ് വരുന്നത് പ്ലേസിംഗ് ഓർഡേഴ്സ്, എക്സ്ചേഞ്ച്, പ്ലേസിംഗ് ഇന്റന്റ്, ഒബ്റ്റെയിനിങ് ലെറ്റർ, ക്രെഡിറ്റ്. ഒക്കെ ഇതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിന് 5 പോയിന്റ്സ്, എക്സ്പോർട്ടിങ്ങിന്റെ 5 പോയിന്റും ഇമ്പോർട്ടിങ്ങിന്റെ 5 പോയിന്റും വീതം പഠിച്ചു വെച്ചേക്കുക. അല്ലാണ്ട് ഇത് ഫുള്ള് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ ഈ ആവശ്യമില്ലാത്ത എല്ലാം കൂടെ വാരി വലിച്ച് പഠിക്കുന്നതുകൊണ്ടാണ് പഠിക്കാനായിട്ട് സമയം കിട്ടാണ്ട് പോകുന്നത്. അതുകൊണ്ട് ആവശ്യമുള്ള മാത്രം പഠിക്കുക. ഇത്രയും മനസ്സിലായ വിശ്വസിക്കുന്നു. സിമ്പിൾ ആയിട്ട് പറഞ്ഞു തീർത്തില്ലേ? നിങ്ങളിപ്പോ ടെക്സ്റ്റ് വായിച്ചപ്പോഴത്തേക്ക് നിങ്ങൾക്ക് ഒന്നും മനസ്സിലാവാണ്ടിരുന്നിട്ടാണ് ഈ വീഡിയോ കാണുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം നിങ്ങൾക്ക് ഇപ്പൊ ഈ ഏകദേശം എല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഒന്നും മനസ്സിലായില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ ബാക്കി എല്ലാ ചാപ്റ്റേഴ്സിന്റെയും വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു ഓൾ.